ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു താൻ ഇതാ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പുള്ളിയെ കാണിച്ചിട്ട് പുള്ളിയുടെ മുഖത്തൊരു അടിയും കൊടുത്തു. അപ്പോഴത്തേക്കിനും എല്ലാവരും ഓടി വന്നു എന്നോട് ചിന്ത പെങ്ങളെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന പോലെ ഉറങ്ങിക്കിടന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലുള്ളൊരു ഇത് കുഞ്ഞിനോട് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു, റിയാക്ട് ചെയ്തു, പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചു. ആ കുട്ടിയുടെ അമ്മയും ഒക്കെ കുറെ ഉപദ്രവിച്ചു പുള്ളിയെ. അങ്ങനെ ഞാനാണെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുനെൽവേലിക്ക് ഐ ഹോസ്പിറ്റലിൽ അമ്മയും കൊണ്ട് ചികിത്സയുടെ ആവശ്യമായിട്ട് പോകുമായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ കയറിയത് എഞ്ചിൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോഗിയിലായിരുന്നു ഞാൻ കയറിയത്. ഞാൻ കയറിയപ്പോൾ തന്നെ 3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിലായിരുന്നു പ്രതി ഇരുന്നത്. ഓൾറെഡി അതിൽ അയാളും വേറെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു ആ സീറ്റിൽ. അപ്പൊ തന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി സ്ഥലം തന്നിട്ട് പറഞ്ഞു ഇവിടേക്ക് പുള്ളിയുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് ഓൾറെഡി 2 ചേട്ടന്മാരെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ പ്രതിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഓപ്പോസിറ്റ് ഇരിക്കും, അപ്പൊ ഞങ്ങൾ 3 ലേഡീസ് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് വേണ്ട, എന്നാൽ താൻ അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടന്മാരുടെ അടുത്ത് ഇരുന്നു. ഏകദേശം ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു ഈ പുള്ളി ഞാനൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുള്ളി എന്റെ കാലിൽ ജസ്റ്റ് തട്ടുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞെട്ടി വന്നു. ഞാൻ നോക്കിയപ്പോൾ പുള്ളി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അറിയാതെ തട്ടിയതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാതെ പിന്നെയും വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് വീണ്ടും പുള്ളി ഇത് ആവർത്തിച്ചു. ഓൾറെഡി ആ പെൺപിള്ളേർ എവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടില്ല, അത് എവിടെ ഇറങ്ങിയെന്ന് കണ്ടില്ലായിരുന്നു. പുള്ളി വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പൊ ഞാൻ പുള്ളിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് ഞാൻ കാല് മാറ്റി വെച്ചു. വീണ്ടും 3ാമതും ഇത് ആവർത്തിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഒന്നുമില്ല, കാലെടുത്ത് മേളിൽ സീറ്റിലേക്ക് വെക്കാൻ പറഞ്ഞു, പുള്ളി ഇരിക്കുന്നതിന്റെ അടുത്തേക്ക് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല ദേഷ്യമായി. ഞാൻ പിന്നെ ഉറങ്ങിയില്ല, കാരണം പുള്ളി ഇങ്ങനെ ശല്യം ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉറങ്ങിയില്ല. അതിനുശേഷം എന്റെ ബാഗിനകത്ത് ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളി പെട്ടെന്ന് തന്നെ ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പം തൊട്ട് ബാക്കിൽ തറയിൽ, അതായത് ട്രെയിനിന്റെ ഫ്ലോറിൽ തന്നെ ആ കുട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുതപ്പ് മൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടിയുടെ പേരൻസും കുറെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്നു. ആ ബോഗിലുള്ള ഒട്ടുമിക്ക പേരും ഉറക്കമായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് മടിയിൽ ഇരുത്തുന്ന കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുട്ടി അയാളുടെ കുട്ടിയായിരിക്കും. കാരണം ഒരു അച്ഛൻ മോളെ കെയർ ചെയ്യുന്ന പോലെയായിരുന്നു പുള്ളിയെ കുഞ്ഞിനെ തലോടുന്നു, ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ. അതൊരു ഓവർ ആക്ടിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാനിത് വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്ന പുള്ളി മനസ്സിലായപ്പോ തന്നെ പുള്ളി ഉറങ്ങുന്ന രീതിയിലൊക്കെ എന്നെ കാണിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയെ നോക്കാതെ എന്റെ ഫോണിൽ വീഡിയോ എടുത്തു. അപ്പം വീഡിയോയിലൂടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി എന്താ ചെയ്യുന്നതെന്നുള്ളത്. എന്റെ അടുത്തിരുന്ന ചേട്ടനോട് പറഞ്ഞു, പുള്ളി ഒരു തമിഴനായിരുന്നു, പുള്ളി ഉറങ്ങുമായിരുന്നു. പുള്ളിയെ വിളിച്ചുണർത്തിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അത് അയാളുടെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല, ഈ പുള്ളി കൊല്ലത്തുനിന്നാണ് കയറിയത്, ആ കുട്ടി അതിന് മുന്നേ ഇതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് റിലേറ്റീവ് ആണോ? അപ്പൊ പറഞ്ഞു അല്ല, അയാൾ അവിടുന്ന് എടുത്തുകൊണ്ട് വന്നയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അയാളുടെ ക്യാരക്ടർ എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നില്ല, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ്, ആ കുട്ടി അയാൾ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ പുള്ളി ആന്നൊക്കെ പറഞ്ഞ് തല കുലുക്കിയിട്ട് പുള്ളി അനങ്ങാതെ വീണ്ടും ഇങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചു. അപ്പൊ എനിക്ക് നല്ല ദേഷ്യം വന്നു. ഞാനപ്പോ ഇത് വിചാരിച്ചു ഈ പുള്ളി എന്താ, അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് അവരാണുങ്ങളല്ലേ, അപ്പൊ അവരെ പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തത്, ആള് ശ്രദ്ധിച്ച് പ്രതികരിക്കട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അയാൾ പുള്ളി പ്രതികരിച്ചില്ല. ഞാനൊരു വിഷ്വൽ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്തേക്ക് ഞാനായിരിക്കും തെറ്റുകാരിയാവുക. കാരണം ഞാൻ വെറുതെ ഒരു നിരപരാധിയെ ഞാൻ കുറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രൂഫ് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ തന്നെ ഞാൻ റിയാക്ട് ചെയ്തു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് കുഞ്ഞിനോട് പുള്ളിയോട് ഞാൻ ചോദിച്ചു ഇത് തന്റെ കുട്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തന്റെ റിലേറ്റീവ് ആണോ? അപ്പൊ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു തന്റെ റിലേറ്റീവ് ആണോ? വീണ്ടും ഞാൻ ചോദിച്ചു. അപ്പൊ ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ബഹളം കേട്ടിട്ട് എല്ലാവരും ആണെന്നു. അപ്പൊ ഈ ഞാൻ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ബാക്കിൽ ചെന്നിട്ട് ഈ പേരൻസിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു ആ പുള്ളി നിങ്ങളുടെ റിലേറ്റീവ് ആണോ? അപ്പൊ പറഞ്ഞു അല്ല, ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾ സത്യത്തിൽ ഈ കുട്ടിയുടെ അമ്മ തന്നെയാണോ നിങ്ങൾ എന്നൊക്കെ ഞാൻ അവരോട് ഷൗട്ട് ചെയ്തു. അതിനുശേഷം പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു. അപ്പം കുഞ്ഞിനെ ഞാൻ പിടിച്ച് മാറ്റിയിരുന്നു, കുഞ്ഞൊന്ന് പേടിച്ച് വരണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ പറഞ്ഞു താൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ലേ, എന്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എന്നോട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു താൻ ഇതാ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പുള്ളിയെ കാണിച്ചിട്ട് പുള്ളിയുടെ മുഖത്തൊരു അടിയും കൊടുത്തു. അപ്പോഴത്തേക്കിനും എല്ലാവരും ഓടി വന്നു എന്നൊരു ചിന്ത പെങ്ങളെ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന പോലെ ഉറങ്ങിക്കിടന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് പുള്ളി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതുപോലുള്ളൊരു ഇത് കുഞ്ഞിനോട് കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും എല്ലാവരും വന്നു, റിയാക്ട് ചെയ്തു, പുള്ളിയെ ഒരുപാട് ഉപദ്രവിച്ചു. ആ കുട്ടിയുടെ അമ്മയും ഒക്കെ കുറെ ഉപദ്രവിച്ചു പുള്ളിയെ. അങ്ങനെ പിന്നെ പോലീസിനെ ഞാൻ തന്നെയാണ്, എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ഞാൻ പോലീസിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ചേട്ടന്മാരയിൽ കൊടുത്തു. പോലീസിന് ആദ്യം കുറെ വട്ടം വേറെ കുറെ നമ്പറിലൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നില്ല. പിന്നെ
പുനലൂർ പോലീസിനെയാണ് വിളിച്ചത്. അവരെ വിളിച്ച് ഇൻഫോം ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ട് ഒരുപക്ഷെ ഞാനത് കാണാതിരുന്നിരുന്നെങ്കിൽ ചിലപ്പം ആ കുട്ടി നാളെ നമ്മൾ വേറൊരു രീതിയിൽ വാർത്തയിൽ ചിലപ്പോൾ അടുത്ത സ്റ്റോപ്പിലായാൽ അതിനെ കൊണ്ടുപോയനെ, അതിനെ ഉപയോഗിച്ചേനെ, ശേഷം അതിനെ കൊന്നു തള്ളേനെ. അപ്പം പിന്നീട് നമ്മളൊരു ദുഃഖം അറിയിച്ചിട്ട് ഒരു ആദരാഞ്ജലി അറിയിച്ചിട്ട് എന്ത് കാര്യം. അപ്പോൾ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ പ്രതിക്ക് കിട്ടേണ്ട മാക്സിമം ശിക്ഷ എന്താണെന്ന് വെച്ചാൽ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് പോലീസിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു കൊടുക്കും. കാരണം ഒരു പെൺകുഞ്ഞിനായാലും ഒരാൾക്ക്, പെണ്ണായാലും ആണായാലും ഒരാൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടാവരുത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുഞ്ഞിന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് സന്തോഷമുണ്ട്.